സിപിഎമ്മിനെതിരെ കരുനീക്കം ശക്തമാക്കാൻ ഇടത് പാർട്ടികളുടെ നീക്കം. UDF ഭരണാനുകൂല ഇടത് MLA-മാരെ ഉൾപ്പെടുത്തി വിശാല സഖ്യം രൂപീകരിക്കാനാണ് നീക്കം. RMP, RSP, CMP തുടങ്ങിയ ഇടത് പാർട്ടികളെ ഒരുമിച്ച് ചേർത്താണ് വിശാല ഇടത് സഖ്യം രൂപീകരിക്കുക. അതിന് മുന്നോടിയായിട്ടുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചതായിട്ടാണ് വിവരം. KB ശ്യാമപ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്യാമ, ഈ സിപിഎമ്മിനെതിരെ കരുനീക്കം ശക്തമാക്കുക എന്നുള്ളതാണോ? എന്താണ് ഈ ഒരു വിശാല സഖ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാഗി, തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമേറ്റ ഇടതുമുന്നണിക്ക് വീണ്ടും ഒരു പ്രഹരം തന്നെയാണ് UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. UDF അനുകൂല സഖ്യത്തിൽ നിൽക്കുന്ന ഇടത് പാർട്ടികളായ നേരത്തെ തന്നെ UDF-നോടൊപ്പം തന്നെ ഇടത് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് നിന്നിരുന്ന അസോസിയേറ്റ് അംഗങ്ങളായ KK രമയുടെ RMP, ഒപ്പം തന്നെ ഷിബു ബേബി ജോണിൻ്റെ അടക്കമുള്ള RSP, CMP തുടങ്ങിയ ഈ പാർട്ടികളെല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് വിശാല ഐക്യം രൂപപ്പെടുത്താനുള്ള നീക്കവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വീണ്ടും ഒരു പ്രഹരം നൽകുന്ന തരത്തിലാണ് ഈ മൂന്ന് പാർട്ടികളും ഒപ്പം തന്നെ വിശാല മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ രംഗത്തെത്താൻ സജീവമായി ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും CPM വിട്ടുപോന്ന മുതിർന്ന നേതാക്കളായ G സുധാകരൻ, ഒപ്പം തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായ TK ഗോവിന്ദൻ, മുൻ ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായ TK ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിശാലമായൊരു മുന്നണിക്ക് തന്നെയാണ് ഇപ്പോൾ രൂപം നൽകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. പ്രധാനമായി RMP-യാണ് ഇതിനെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച യോഗങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. ഇടത്, അതായത് UDF-ൽ നിന്നുകൊണ്ട് ഇടതിന് കനത്ത പ്രഹരം തന്നെ നൽകുക, ഒപ്പം തന്നെ UDF അനുകൂല കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ RMP ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനായി മറ്റ് പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തും. നിലവിൽ KK രമയുടെ നേതൃത്വത്തിലാണ് ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ G സുധാകരൻ, കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെ അടക്കമുള്ളവരെയും നേതാക്കളെയും ഈ RMP-യുടെയും CMP-യുടെയും RSP-യുടെയും നേതാക്കളെല്ലാം തന്നെ കാണുകയും ചെയ്യും. എന്തായാലും വളരെ വിശാലമായൊരു മുന്നണിക്കാണ് UDF-ൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ മൂന്ന് പാർട്ടികളും ശ്രമിക്കുന്നത്. ശരി ശ്യാം, എന്തായാലും CPM-നെതിരെയാണ് ഇടത് വിശാല സഖ്യം രൂപപ്പെടുന്നത് എന്നുള്ളതാണ് വല്ലാത്തൊരു പ്രഹരം തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു നീക്കം എന്ന് പറയുമ്പോൾ അത് സമാനതകളില്ലാത്തത് തന്നെയാണ് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കാം.